ദീപാവലി നൈറ്റ് കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ അഡാലജ്, ഗുജറാത്തിലുള്ള അഡാലജ് സ്റ്റെപ്പ് വെല്ല് കാണാൻ വേണ്ടി വന്നിരിക്കുക. ഇത് ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ല, അതിനൊരു എന്താ പറയുക, ഒരു പെയിനിൻ്റെയും ലവിൻ്റെയും ഒരു പറ്റിക്കലിൻ്റെയും ഒക്കെ ഒരു കഥയുണ്ട്. അത് ഞാൻ അവിടെ ചെന്നിട്ട് ആ പ്രസൻസിൽ നിന്നുകൊണ്ട് തന്നെ ഞാനത് പറയാം. പണ്ട് അഡാലജ് ഈ സ്ഥലത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അവരുണ്ടാക്കിയ ഒരു വെല്ലാണ്. അപ്പോൾ അതിനുള്ള കുറേ സ്റ്റോറീസ് ഉണ്ട്, ഞാനത് പറയാം. ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അവിടെ ഒരു കുഞ്ഞിമങ്കി എല്ലാവരും ഉണ്ട്. ഓക്കെ, നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ, ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 25 പക്ഷെ ഓൺലൈൻ വഴി എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 5 രൂപ വെച്ച് ഡിസ്കൗണ്ട് കിട്ടും. നമുക്കങ്ങനെ അകത്തോട്ട് കയറിപ്പോൾ അന്ന് മേളിലോട്ട് പോവാം. അത് അങ്ങോട്ട് എങ്ങനെ കയറുന്നത്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വാ തുറന്ന ചളിയെ അടിക്കത്തുള്ളൂ കേട്ടോ ഗൈസ്. ഇവിടെ കൂടെ ആ വെല്ലാണിത്. ഈ ഭാഗത്താണെന്ന് തോന്നുന്നു. താണ്ടാ ഇവിടെ അടിയില. ഇപ്പൊ നമുക്ക് താഴോട്ട് ഇറങ്ങാം. പിന്നെ സ്റ്റെപ്പ് കണ്ടോ? എൻ്റെ കാല് ഞാൻ തട്ട്. എൻ്റെ പിന്നെ ചക്ക ഞാനൊന്ന് കയറി. ശിവനെ, ഇത് എന്ത് ജില്ല കൊള്ളല്ലേ. ഇനി താഴെ വീഴാതെ ഇവിടെ കൂടെ നടന്ന് അപ്പുറത്തോട്ട് പോകണം. പൊട്ടല്ലേ 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 പൊട്ടല്ലേ. എൻ്റെ എത്തി. ഇതിന് 2 റോ ഉണ്ടോ താഴോട്ട്? 2 റോ താഴോട്ടുണ്ട്. ഇനി ഇവിടെ എന്തുവാ? ഇവിടെ അതാണ് വെല്ല്. എവിടെയാ വെല്ല്? എവിടെയാ? ഇനി അടിയിലോട്ടുണ്ടോ? നന്നായി, ഇനി അടിയിലോട്ടുണ്ട്. ഞാൻ താഴെ ചെന്നിട്ട് ഇതിൻ്റെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഒരു കഥയുണ്ടെന്ന്, ആ കഥ ഞാൻ പറഞ്ഞുതരാവേ. ഇനി കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഇവിടെ നിന്ന്. എനിക്ക് വേറെ എങ്ങും ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്. എവിടെയാണ്? ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടു എന്തുമാത്രം ഡീപ്പാണ്. ഇനി നമുക്കിതിൻ്റെ അടിയിലോട്ട് പോകണം. ഞാനിവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കുമ്പോഴേ നെഞ്ചത്തൊരു ഡും 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 അടിക്കുന്നുണ്ട്. ദൈവമേ, ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കിയെടുക്കാം. നമുക്ക് ഇനിയും താഴോട്ട് പോവാം. ഇവിടെ തണുപ്പിൻ്റെ സീസണായി, പക്ഷെ എന്നാലും വെയിലിനൊരു ക്ഷാമവും ഇല്ല. ഇങ്ങനെയാണ് ഇവിടുന്ന് കണ്ടായിരുന്നല്ലോ എൻട്രൻസ്. അതാണ്, ഇതാണ് സ്റ്റെപ്പ് വെല്ലിൻ്റെ അടിയിലോട്ട് പോകുന്ന പാത. ഫിഫ്റ്റീൻത് സെഞ്ച്വറിയിൽ വഗീല ഡൈനസ്റ്റിൻ്റെ റൂളറായ റാണാവി സിംഗിൻ്റെ കൺട്രോളിലായിരുന്നു ഗുജറാത്ത്.
പക്ഷെ ആ സമയത്ത് ഇവിടെ ഡ്രൗട്ട് ആയിരുന്നു, ലൈക്ക് വെള്ളത്തിന് നല്ല ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി റാണ വീർ സിംഗിന് ഒരു സ്റ്റെപ്പ് വെല്ല് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പണിയുന്ന മുമ്പ് തന്നെ ഗുജറാത്ത് സുൽത്താനായ മെഹ്മൂദ് ബിഗാഡ യുദ്ധത്തിന് വരികയും ആ യുദ്ധത്തിൽ വെച്ച് റാണ വീർ സിംഗ് മരണപ്പെടുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം മെഹ്മൂദ് ബിഗാഡയ്ക്ക് റാണ വീർ സിംഗിന്റെ ഭാര്യയായ റൂദാദേവിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. റൂദാദേവി ഓണറും ലോയലുമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് വെല്ല് പണിയണമെന്ന്. അത് പണിത് പൂർത്തീകരിച്ചാൽ ഈ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് റൂദാദേവി പറഞ്ഞു. മെഹ്മൂദ് ബിഗാഡ റുദാദേവി പറഞ്ഞത് സമ്മതിക്കുകയും ആൾക്കാരോട് സ്റ്റെപ്പ് വെല്ലിന്റെ പണി തുടങ്ങാൻ പറയുകയും ചെയ്തു. 1498 സ്റ്റെപ്പ് വെല്ലിന്റെ പണി തീരുകയും അത് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് അഡാലജിലായിരുന്നുകൊണ്ട് അഡാലജ് സ്റ്റെപ്പ് വെൽ എന്നതിന് പേരിടുകയും ചെയ്തു. സ്റ്റെപ്പ് വെൽ പണിത് തീർന്നതിന് ശേഷം റുദാദേവി പ്രാർത്ഥനയോടെ അതിന് ചുറ്റും നടക്കുകയും ആ കിണറിൽ തന്നെ ചാടി മരിക്കുകയും ചെയ്തു. സ്വന്തം ഭർത്താവിനെ കൊന്ന ആളുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം പണിത കിണറിൽ തന്നെ സ്വന്തം ജീവൻ കളയുന്നതാണെന്ന്. ഇവരുടെ ഈ കൊത്തുപണികളില്ലേ, ഒറ്റൊരു കല്ലിൻ്റെ മണ്ടയ്ക്ക് തന്നെ അവർ കൊത്തി 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 അത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. വേണ്ട ഇതൊരു ഇതാ ഉണ്ടോ, അത്രയും ഡീപ്പായിട്ട് അവർ പണിത് വെച്ചിരിക്കുന്നു. കൊള്ളാം. ആ പണ്ടുള്ളവർ എങ്ങനെയാണോ ഇവരൊക്കെ ചെയ്തത്. നമ്മുടെ ഈ സമയത്ത് പോലും ഇങ്ങനെ ചെയ്യാൻ നല്ല പാടാണ്. പക്ഷെ ആ സമയത്ത് ജസ്റ്റ് മറ്റേ ഹാമറൊക്കെ വെച്ചിട്ടാണ് അവർ ഈ പണിതിരിക്കുന്നത്. കൊള്ളാമല്ലേ? അതുകൊണ്ട് ആ ഭാഗത്ത് ഇവിടം വരെ വെള്ളമുണ്ട്, അങ്ങ് അറ്റം വരെ വെള്ളമില്ലായിരുന്നു. ഇവരെന്തിനീ കോയിൻസ് ഇട്ടേക്കുന്നു? ഇവിടെ നേർച്ചയുണ്ടോ? ഇവിടെയും കോയിൻസ് ഇടുന്നുണ്ട് കേട്ടോ, നമ്മുടെ മറ്റേ ഫൗണ്ടനിൽ ഇടുന്ന പോലെ, വിഷ് ഫൗണ്ടനിൽ ഇടുന്ന പോലെ ഇവിടെയും എല്ലാവരും വിഷ് ചെയ്തിട്ട് കോയിൻസ് ഇടുന്നുണ്ട്. അപ്പോൾ തിരക്ക് കൂടാൻ തുടങ്ങി. ഇനി മണ്ടക്കോട്ട് പോട്ടെ. പെയ്യെ ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വന്ന സമയം അസ്ഥാനത്തെ സമയമായിപ്പോയി. 6 മണിയാകുമ്പോൾ അടയ്ക്കുമോ? ഇപ്പം എത്ര മണിയായി? 5. 1 മണിക്കൂറും കൂടെ ഉള്ളൂ ഇവിടെ. ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു വിഷ്വലായിട്ട് കാണാൻ പറ്റും. ആ സൂര്യൻ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ബാക്ക് കണ്ടോ, എന്ത് ഭംഗിയാണ്. കൊള്ളാം. ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോകും, ആശ്വാസം പോലെ തോന്നും. വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നതിനെക്കാട്ടും നല്ല ഇതാ. പിക്നിക്കായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. എത്ര രൂപ ഒരാൾക്ക്? 25. ഒരാൾക്ക്. അത് പിന്നെ അവർക്ക് അങ്ങനെയാണല്ലോ. പിന്നെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. കാമായ പ്ലേസ് ആണ്, വൈകുന്നേരം വന്നായിരിക്കാം. നമ്മുടെ മങ്കിച്ചക്കന്മാരെല്ലാം പോയോ? ആൾക്കാർ നിറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓടിപ്പോയി. അപ്പം നമുക്ക് തിരിച്ച് പോകാം. ഒരാൾക്ക് ഇവിടെ 25. ഇവിടെ തന്നെ ആയിരിക്കും. ഒരാൾക്ക് 25. ഓൺലൈനിൽ എടുക്കുവാണെങ്കിൽ 20. ഓൺലൈനിൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ക്യൂ നിൽക്കാതെ പെട്ടെന്നുണ്ട്. ഇങ്ങോട്ടാ? അതെന്തോ കോണോ? ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് പേരയ്ക്ക
എന്തുവാ? അതുകൊണ്ട് എല്ലാ ചെയറും പുള്ളിക്കാരൻ എടുത്തോണ്ട് പോകാന്നല്ലോ, പിന്നെ എങ്ങനെയാ അവിടെ ഇരിക്കുന്നത്? നല്ല ഇവിടെ കേട്ടോ. അവിടുന്ന് മേടിച്ചെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നീ അവിടുന്ന് ഒരു ജ്യൂസ് മേടിക്കാം, എന്നിട്ട് അവിടെ ഇരിക്കാമല്ലോ. ആ, നമ്മുടെ നാട്ടിലെ മറ്റോ ഉപ്പും മുളക് ഇടുന്ന പോലെ തന്നെ. എന്നാ നമുക്ക് നടന്ന് വണ്ടിയുടെ അവിടെ പോയിരുന്ന് കഴിക്കാം. അതാ നല്ലതാ. പുള്ളിക്കാരൻ അവിടെ ഇരിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഇരിക്കാൻ നിന്നിട്ട് ഓടിപ്പോയിട്ട് വന്നിട്ട് പറഞ്ഞു അവിടുന്ന് മേടിച്ചെങ്കിലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം. അവിടെ പോയി ഇരിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഉള്ള ചെയറെല്ലാം പുള്ളിക്കാരൻ എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക, വേറൊരു ഇടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അത് സ്ഥലം ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അവിടെ ഇനിയും ഒരു മണിക്കൂറോ 2 മണിക്കൂറും കൂടെ ഉള്ളൂ ആ എന്താ സ്റ്റെപ്പ് വെല്ല് തുറന്നു വെക്കുന്നത്. പിന്നെ അവിടെ ഗാർഡൻ ഉണ്ട്, അവിടെ ഇരുന്ന് പിക്നിക്ക് പോലെ വന്നിരിക്കാനാണ് കൂടുതലും വരുന്നത്. ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. എടുക്കുവാണെങ്കിൽ എന്തുണ്ട് പോയി റെക്കോർഡിങ് गाड़ी चलाने आगे ऐसा बोल किधर चला ब्रेक करो जगह ही नहीं थी ओ जगह ही नहीं थी नहीं थी भैया. ഇവിടെ സൂചി കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെ വേണമല്ലോ കെട്ടിക്കൊണ്ട് പോകാൻ. ഇനി നോക്കാം. ഓ സൺസെറ്റ് ആയി കേട്ടോ. ട്രാഫിക് ഉണ്ടോ? ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നത്. വിശക്കാൻ തുടങ്ങി. എന്തെങ്കിലും മേടിച്ചോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാത്തിൻ്റെ എന്തെങ്കിലും പൂരി എന്നുണ്ടോണ്ട് ഏതാണെന്ന് മാത്രം അറിയത്തില്ല. ഓ ദഹി പൂരി അല്ലേ, മറ്റേ തൈര് ഒഴിച്ചത്? ആ ഓക്കെ. ഇത് കസൂരി മേത്തി അല്ല, ഗ്രീൻ ലീഫ്. ഓ ചീരയോ? അല്ല, പിന്നെ സ്പിനാച്ച് പോലത്തെ വേറൊരു ചെറിയ. ഇനി എന്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണെന്ന് മാത്രം മനസ്സിലായി. ഇവരും കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കഴിക്കും. എങ്ങനെയുണ്ട് നമ്മളെ ബജ്ജി? അല്ല, ചില കടയില് നമ്മൾ ബജ്ജി മേടിക്കുമ്പോ അവിടെ സോഡ കൂടുതലായിരിക്കും. ഓ അപ്പൊ ഇതെങ്ങനെയാണ്? ആലു മട്ടർ സാൻഡ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോയും പീനട്ടും ഉള്ള സാൻഡ്വിച്ച്. പീനട്ടല്ല, ഗ്രീൻ പീസും ഉള്ള സാൻഡ്വിച്ച്. ഇത് രാബേലി. അന്ന് മക്കള് ഫസ്റ്റ് ടൈം വന്നപ്പോ ആദ്യമായിട്ട് ഞാൻ നിനക്ക് ദാബേലി. ഓക്കെ, കഴിക്കാം. എന്താണെങ്കിലും കഴിക്കാം. വിശക്കുന്നുണ്ട്. വിശന്ന് എന്ത് കിട്ടിയാലും കഴിക്കും. ഈ പൊട്ടറ്റോ പോലും പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്നതാണോ? ചൂട് ചൂടാക്കി പെട്ടെന്ന് വിട്ടാൽ ആ ഇനിമേ നല്ല ചൂടുണ്ട്. അതെന്തുവാ? കിച്ചുവോ? പിന്നെ ഹീച്ചു. അതെന്തുവാ? വേണ്ട, അത് കാണുമ്പോഴേ എരിവുള്ള പോലെ തോന്നും. ഇല്ലേ? വേണ്ട, ഇപ്പൊ നമ്മൾ ഒരെണ്ണം മേടിക്കുന്നുണ്ടല്ലോ. അവിടെ നിന്ന് അത് കഴിച്ചു. ഇവിടെ തണ്ട ഐസ് കഴിക്കാൻ വന്നു. ഇതെന്താ, ചോക്ലേറ്റ് ഫ്ലേവറോ? എന്നുവെച്ചാ ട്രാൻസ്ലേഷൻ എനിക്ക് അറിയത്തില്ല. കഴിച്ചു നോക്കാം. ഇച്ച താത്തെ ഇത് താക്ക്. വലിച്ചു. എന്താ മധുരം കൂടി കയറ്റി അങ്ങ് വെച്ചേക്കാന്നോലും. എന്തുവാന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊക്കോകോള മിക്സ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് അതിന്റെ ടേസ്റ്റ്. ഇത് ഓറഞ്ച് ആണ്.
ഓറഞ്ച് എപ്പോഴാടി റെഡ് ആയത്? ഇവിടെ എല്ലാം കളർ ഡിഫറൻസ് ആ ഓക്കെ ചേച്ചി പിടിച്ചു. ഓറഞ്ച് റെഡ് കളറായി. ഇനി അത് നോക്കാം. നിങ്ങളെല്ലാവരും ക്യാമറ എങ്ങനെയുണ്ട് ഓറഞ്ച്? ടോണിക്ക് കുടിച്ച പോലെ ടേസ്റ്റ്. എനിക്കറിയാവോ ഇങ്ങനത്തെ ആണെന്ന്. ചെറുപ്പത്തില് പനിക്ക് മരുന്ന് തരുന്ന അതേ ടേസ്റ്റ്. അല്ല, ഓറഞ്ചിന്റെ ടേസ്റ്റ് ഉണ്ട്. റോസ് കഴിച്ചിരുന്നെങ്കിൽ നിനക്ക് ടോണിക്കിന്റെ ടേസ്റ്റ് വന്നേനെ. കച്ചി അതിന്റെ ടേസ്റ്റ് എന്തി? പച്ച. ഇത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് മേടിച്ചാൽ മതി. മനസ്സിലായല്ലോ മക്കളുടെ ചോയ്സ് റോങ് ആണെന്ന്. ഞാൻ മര്യാദക്ക് അത് ചൂസ് ചെയ്യാൻ പോയതാ. ചേച്ചി കഴിക്കുന്നില്ലേ? ചേച്ചി ഡീസൻ്റാ. ഓ ഇഷ്ടമില്ലേ? ഇതിനിയും പെയ്യെ 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 അലിയിച്ച് കഴിക്കട്ടെ. അലിയിച്ച് കഴിക്കട്ടെ. നമ്മൾ അവിടുന്ന് ഐസ് കഴിച്ചു. എന്തൊക്കെയാണ് കഴിച്ചു അവിടുന്ന്? ആലു മട്ടർ സാൻഡ്വിച്ച്, ഗോല എല്ലാം കൂടെ കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ റിവർ ഫ്രണ്ടോ റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാ. ഇന്ന് ട്രാഫിക് കുറവാണല്ലോ. ഇന്ന് ഇച്ചിരി കൂടെ കുറവാണ് ട്രാഫിക്. ആ ഓക്കെ. ഓ ട്രാഫിക് ഉണ്ടോ? എവിടെ നിന്നൊക്കെയോ കയറി പോയിക്കൊണ്ടിരിക്കുക.